അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. കേറിയിരിക്കാന്നാല് വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം. അല്ല ചേരാ, എന്താ ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചിരിക്കണേ? ഒന്നുമില്ലടാ, ഇതിപ്പോ എന്നെ കൊടകുന്ന് വന്നേ. ആൻഡിസായി ഞാൻ ഇപ്പൊ നിങ്ങളെ കാണാച്ചിട്ടൊന്നും ഇറങ്ങിയതാ. അല്ല, നിങ്ങളിപ്പോ പുറത്തേക്കൊന്നും ഇറങ്ങലില്ലേ? ഇപ്പൊ ഞാൻ ഒരു ബൈക്കും പോലില്ല, ഓരോരോ സോക്കുകളും കാര്യങ്ങളും ആയിട്ട് ഇവിടെ ഇരിക്കുന്നതന്നെ പോലെ. നിസ്കാരം ചൊല്ലിപ്പറച്ചിലായിട്ട് കുറെ അങ്ങോട്ട് ഇരിക്കും, പിന്നെ കണ്ണിന്റെ പോളങ്ങനെ വെട്ടുമ്പോ അവിടെ പോയി കിടക്കും. കിടന്നിട്ട് പറ്റാ കാര്യം ഉറക്ക് വരണ്ടേ. പിന്നെ അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഉമ്മർപ്പടിമ ഇങ്ങനെ ഇരിക്കും കുറെ നേരം. ചിലപ്പോ ആ ഗേറ്റിങ്ങ പോയിക്കാണ്ട് റോട്ടുമ്മക്ക് അങ്ങനെ നോക്കി, ചിലപ്പോ ആ തെങ്ങിന്റെ മണ്ടിക്ക് അങ്ങനെ നോക്കി. പൊന്നാറിന്റെ നാസറ നേരെ മൂതിയായി കിട്ടണ്ടേ. ഒന്നും മുണ്ടി പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. അതിനിവിടെ മരോളും പേരക്കുട്ടികളൊക്കെ ഇല്ലേ? പിന്നെന്താ? കുട്ടിയാള് ഓലുള്ള നേരെ മൊബൈലുമ്പോ കളിക്കും. ഓളാണെങ്കിൽ പണി കാറും കഴിഞ്ഞാൽ ഓളെ മുമ്പ് പോയിക്കാണ്ട് ഓള് വാലടിച്ച് കിട്ടണം. തിന്നാനും കുടിച്ചാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയിപ്പോ അസുഖം വന്നാൽ ചികിത്സിക്കണമുണ്ട്. പക്ഷെ എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ നാസറ്, ഒന്നും മുണ്ടാനും പറയാനും ആരെയും മാണ്ടേ? അവരൊക്കെ അവരാരെ കാര്യങ്ങളായിട്ട് ഓരോ തിരക്കിലയക്കാരം, അല്ലാതെ മറ്റൊന്നും കൊണ്ടാവൂല. പിന്നെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് സോക്കടൊന്നും വരുത്തിയേക്കണ്ട. എന്തിനും ഏതിനും അവരെന്നെല്ലാം ഉണ്ടാകുക. തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ദിവസം എല്ലാരും വരും. അന്ന് ആരും തിരക്കി വരാത്തൊരിടത്തേക്ക് ഞാൻ പോയിട്ടുണ്ടാവും. നിങ്ങൾ അങ്ങനൊന്നും പറയില്ലേ. ആചാര, ഞാൻ ഇറങ്ങട്ടെ, പിന്നെ വരാം. തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ദിവസം എല്ലാരും വരും. അന്ന് ആരും തിരക്കി വരാത്തൊരിടത്തേക്ക് ഞാൻ പോയിട്ടുണ്ടാവും. വാർദ്ധക്യം എന്നത് ചിലർക്കു മാത്രം വരുന്ന ഒരവസ്ഥയല്ല. ഈ ഭൂമിയിൽ പിറന്ന എല്ലാ മനുഷ്യരും നടന്നെടുക്കുന്നത് അങ്ങോട്ട് തന്നെയാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥകൾ അണുകുടുംബങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിതം ഏറ്റവും ക്ലേശകരമായി തീർന്നിരിക്കുന്നത് സ്വാഭാവികമായും വൃദ്ധജനങ്ങൾക്കാണ്.